ഇന്ന് ഒരു ഇറച്ചിച്ചോറ് വയ്ക്കാനുള്ള പരിപാടിയിലാണ്. അതിന് ആദ്യം 2 കിലോ ബീഫ് വാങ്ങിയിട്ടുണ്ട്. ആ ബീഫ് വൃത്തിയാക്കി ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി പാകത്തിന് ചേർത്ത് കുക്കറിൽ ഒരു 5-6 അടി അടിക്കുക. ഇന്ന് നമ്മൾ ഒരു ഇറച്ചിച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ കുക്കറിൽ സവോള, പച്ചമുളക്, വേപ്പില, മല്ലിച്ചപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ ഈ സാധനം എന്താണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതിന് ഞങ്ങളിവിടെ പറയുന്നത് വഴണ എന്നാണ്. ഇത് നമ്മളൊരു അപ്പം ഉണ്ടാക്കുന്ന ഇല കൂടിയാണ്. അപ്പോൾ കറുവപ്പട്ടയ്ക്ക് പകരമാണ് നമ്മളിത് ചേർക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിലുള്ള ഒരു മരമാണ്, അതുകൊണ്ട് അതേ നിലയെടുത്തതാണ്. അങ്ങനെ അപ്പോൾ ഈ വക സാധനങ്ങളെല്ലാമാണ് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുന്നു. തുടങ്ങാനുള്ള പരിപാടി. കൈമ അരിയാണ് ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത്. അരിക്ക് വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് ചൂടാക്കാൻ. ചൂടായ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മസാലകളെല്ലാം ഇടാനായിട്ട് പോവാണ്. കുറച്ച് പെരുംജീരകം, കറുവപ്പട്ട എണ്ണയിലേക്ക് ഇടുകയാണ്. വെപ്പില, ഉള്ളി, പച്ചമുളക് എണ്ണയിലേക്ക് ഇടാൻ പോവാണ്. ഉള്ളി വഴന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കുറച്ച് സമയം കൂടി എടുക്കും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. അടുത്തത് തക്കാളി ചേർക്കണം. കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് മല്ലിയില ചേർത്തതിന് ശേഷം മസാലപ്പൊടികൾ ചേർക്കാൻ തുടങ്ങണം. മഞ്ഞൾ പൊടി, മുളക് പൊടി, കാശ്മീരി. ഇറച്ചിക്കൊക്കെ എരിവ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ചേർക്കുന്നുള്ളൂ. മല്ലിപ്പൊടി, എല്ലാ പൊടികളും കുറേശ്ശെ ചേർത്തിട്ടുണ്ട് ഞാൻ, അതുകൊണ്ട് കുറച്ചേ വേണ്ടൂ. ഗരം മസാല, ഉപ്പ് പല പ്രാവശ്യമായിട്ട് കുറേശ്ശെ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഇറച്ചി നമ്മളതിലേക്ക് ഒഴിക്കാൻ പോകണം. അത് വെള്ളത്തോട് കൂടിയിട്ട് ഒഴിക്കുകയാണ്. കുറച്ച് നേരം തിളച്ച് വറ്റിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇനി നമ്മൾ ബാക്കി അരി ഇടുകയാണ്.
ഇതാക്കണ്ടേ ഒന്ന് അടച്ച് വേവിക്കുക. ഇതാ അരി വെന്തുകൊണ്ടിരിക്കുന്നു, ദമ്മിട്ട് വെച്ചിരിക്കുകയാണ്. ഇതാണ് ബിരിയാണി. ബിരിയാണി അല്ലല്ലോ എൻ്റെ പേര്, ഇറച്ചിച്ചോറ്. തമിഴ്നാട്ടിലെ ബിരിയാണിയും നമ്മുടെ ഇറച്ചിച്ചോറും. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും കാണുന്നുണ്ട്, പക്ഷേ നമ്മൾക്കും കൂടി അതൊരു ഗുണപ്രദമായ രീതിയിലേക്ക് കണ്ടാൽ വലിയ ഉപകാരം. ഒരിക്കൽ കൂടി പറയുകയാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.